നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കടി. ഈ സന്ധ്യേ ഇന്ന് ഇറങ്ങടി, സമയായി. അമ്മ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന് ഏട്ടനോടൊന്ന് പറയോ? ഞാൻ പറഞ്ഞ കേക്കില്ല. അയ്യോ, നിന്റെ പാത്തനെ കൊണ്ട് പറയാ, എന്നെ കൊണ്ട് പറ്റില്ല. നീ വേഗം പോകാൻ നോക്ക്. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് തന്നെയല്ലേ കല്യാണം നടത്തി തന്നത്, അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിരഞ്ഞെടുത്തൊന്നുമല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് എന്റെ സ്വഭാവം അറിയാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമല്ലോ ആയിട്ടുള്ളൂ. അത് പോക്ക് ശരിയാകും. സന്ധ്യ ഒന്ന് വാ. ശരി. എത്ര നേരമായിട്ട് വിളിക്കുന്നത്? നിനക്ക് ചെവി കേൾക്കില്ല? എത്ര മാസം കഴിഞ്ഞിട്ടാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. അതല്ല അവിടെ നിന്ന് പറഞ്ഞത് ഏട്ടൻ കൊണ്ട് വിടണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്നുള്ളത്. ഞാൻ ഒരു 3 ദിവസമെങ്കിലും ഇവിടെ നിന്നോട്ടെ. എന്താടി, എൻ്റെ പഴയ കാമുകന്മാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാനില്ലാണ്ട് 3 ദിവസം ഇവിടെ ഇരിക്കേ? കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കട്ടെ. നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു. നിന്റെ കൂടെ ഞാൻ വന്നല്ലേ, അപ്പം നീ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ വിളിക്കുമ്പോൾ അങ്ങ് വരിക, അല്ല നിന്നെ പഠിപ്പിക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ, ഇവൾക്കൊരു 3 ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ട്. ഇവക്കോ നിൽക്കണോ സന്ധ്യ? ഇവക്ക് നിൽക്കണമെന്നില്ലല്ലോ. ഇനി അമ്മയ്ക്ക് ഇവിടെ നിർത്തുന്നുണ്ടോ? ഇല്ല മോനെ, ഇന്ന് നിങ്ങൾ വിട്ടോ. ഞങ്ങൾ കേട്ടെ. വാ. ശരി. എന്താ മോളെ, എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? അതെന്താ, KSF അരീക്കോട് ബ്രാഞ്ചിലെ ഒരു കളക്ഷൻ ഏജന്റിന്റെ വേക്കൻസിൻ്റെ കൊണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് അവിടെ വർക്ക് ചെയ്യുന്നേ. അപ്പോൾ അതിൻ്റെ ജോലിക്കുള്ള അപേക്ഷ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറ. ഞാൻ വിചാരിച്ചു മോൾ രാവിലെ ആർക്കോ പ്രേമലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയെന്ന്. നോട്ടെ. സന്ധ്യ, എരപ്പക്കാട് ഹൗസ്, വെറ്റിലപ്പാറ. ക്വാളിഫിക്കേഷൻ SLC +2 IT ഡിഗ്രി ഡിപ്ലോമ. കുറേ ഉണ്ടല്ലേ. അതെ, നീ ജോലിക്ക് കൊണ്ടുപോയിട്ട് കഴിയേണ്ട അവസ്ഥ ഇപ്പോൾ ഈ കുടുംബത്തിനില്ല. ഞാൻ ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ എൻ്റെ കാര്യങ്ങൾ നോക്കാനാ. നീ ജോലിക്ക് പോയാ പിന്നെ അതാരാ ചെയ്യും മോളെ? എന്താ ഏട്ടാ ചെയ്തത്? ഇത്രയും പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടിയാ? എൻഗേജ്മെന്റ് സമയത്ത് കല്യാണത്തിന് ശേഷം ജോലിക്ക് വിടാ പറഞ്ഞല്ലേ? അപ്പം അങ്ങനെ പറയാൻ തോന്നി, ഇപ്പം എങ്ങനെ പറഞ്ഞു? മോളെ, ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് നീയല്ലോ, ഞാനല്ലേ. ഇല്ല ഏട്ടാ, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. എന്താ അല്ലേ, ഈ പണ്ടൊക്കെ ഭർത്താക്കന്മാർ എന്തെങ്കിലും പറയുമ്പോഴേക്കേ ഭാര്യമാരെ കമാന്നൊരക്ഷരം പറയാണ്ട് അതെല്ലാം കേൾക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പോക്കേ. എടി, പെണ്ണുങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വീട്ടിലെ പണിയൊക്കെ വൃത്തിയായി ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ നല്ലപോലെ നോക്കുക. അതങ്ങ് ചെയ്താൽ പോരെ? ഇതിപ്പോൾ നീ ജോലിക്ക് പോയിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയാലേ നീ പിന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങില്ലേ. ഇപ്പോഴേ എന്നെ എതിർക്കുന്നു, പിന്നെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അടി? അതുകൊണ്ട് നമ്മൾ ഭർത്താവ് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഒഴിക്കിട്ടാ. മനസ്സിലല്ലേ? നീ ജോലിക്ക് പോകാൻ വേണ്ടി
അവൻ്റെ സ്വഭാവം ഇങ്ങനെയായ എങ്ങനെ ശരിയാവാ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടുത്തച്ചാ. അവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ എപ്പോഴേ ഞാനിവിടെ നിന്ന് ഇറങ്ങി വന്നേനെ. എന്തായാലും എനിക്ക് ജോലിക്ക് പോകണം. അച്ഛനൊന്ന് ഏട്ടനടുത്ത് സംസാരിക്കുമോ? അയ്യോ, അവൻ്റെ സ്വഭാവത്തിന് ഞാൻ സംസാരിച്ചത് ശരിയാവില്ല. എന്താ അച്ഛൻ എങ്ങനെ പറയണത്? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് വയ്ക്കുക. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും. എനിക്ക് ഇയാളുടെ സ്വഭാവം സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞും കൂടി വന്നാൽ അതിൻ്റെ ജീവിതം കൂടി കളയാനാ? എല്ലാവരും നീ തർക്കോത്തരം പറയണ്ട. അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. എന്നാൽ അച്ഛൻ പോട്ടെ പോളെ ഒരു ചക്ക. എന്താടി പൈസ കൊടുത്ത് കുരുമുളക് മേടിച്ച് മറ്റും മുറങ്ങിയില്ല. ഇത്ര എരിവേട്ടതാ. എനിക്ക് എരിവ് പറ്റില്ല, നിനക്ക് അറിഞ്ഞൂടേ. ഇതെങ്ങനെയാടി കഴിക്കുക? കണ്ണിക്കൂടെ വെള്ളം വന്നു പോയി. കഴിച്ചത് നോക്ക്. നീ ഉണ്ടാക്കിയല്ലേ കരയില്ലടി, കരയണ്ട. നീ ഉണ്ടാക്കിയ ഭക്ഷണമല്ലത്. നമ്മൾ കാഞ്ച് വേഗം ഒന്ന് മാറ്റിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയതാ. പക്ഷെ എന്നെ കൈ വരയ്ക്കും കേട്ടോ. ആർക്കടി മാറുന്നിട്ട് മെസ്സേജ് അയക്കുന്നത്? രേണുക പെണ്ണ? പെണ്ണിന്റെ സൗണ്ട് തന്നെ. എന്താ വെച്ചാ ഈ ചില ഭർത്താക്കന്മാർക്ക് രഹസ്യബന്ധങ്ങളുണ്ടാവും. അപ്പൊ ഈ പെണ്ണുങ്ങളുടെ പേര് ഇവന്മാരുടെ ഏതെങ്കിലും കമ്പനിക്കാരൻ്റെ പേരായിരിക്കും അടിച്ചിടുക. നീ അങ്ങനെ ചെയ്തെന്ന് നോക്കിയതാ. എന്തായാലും ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ട് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ലല്ലോ. നീ പോയിട്ട് എൻ്റെ ഒരു ബ്ലൂ ഡ്രസ്സ് ഉണ്ട്, നാളെ ഒരു കല്യാണം ഉണ്ട്, നമ്മൾ അന്ന് പോയിട്ട് ഒന്ന് അയൺ ചെയ്തേക്ക്. എന്താ ഏട്ടാ, ഒരു മെസ്സേജ് അയക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല എനിക്ക്. ഇടി, ഞാൻ എൻ്റെ ബ്ലൂ ഷർട്ട് അയൺ ചെയ്യാനാ നിന്നോട് പറഞ്ഞത്, അല്ലാതെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ട കേട്ടോ മോളെ. നാളെയല്ലേ പോകുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞ് അയൺ ചെയ്തുതരാം. ആ ഫോണിൽ തന്നെ. എടി, ഞാൻ പറയുന്നത് അനുസരിക്കടി. അത് കേൾക്കാണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞോണ്ടല്ലോ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. ഇപ്പോ അയൺ ചെയ്താ ഞാൻ പിന്നെ ചെയ്തുതരാ പറഞ്ഞില്ലേ? എന്തിനാടി എന്തിനാടി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഓ എടി, ഞാൻ മര്യാദക്ക് സംസാരിച്ചല്ലേ എന്നോട്. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു ബുദ്ധിയില്ലാത്ത സാധനങ്ങള്. എടി, ഈ ഭർത്താക്കന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എടി, ഞങ്ങളുടെ സ്വഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കടി. അതല്ലേ ഒരു ഭാര്യ ചെയ്യേണ്ടത്. വെറുതെ എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ട് നിനക്ക് വേദനിച്ചോ? സോറി കേട്ടോ, ദേഷ്യം വന്ന പിന്നെ കൺട്രോൾ പോയതാ. ഒരു കാര്യം ചെയ്, ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ ഇരുന്നോ, എന്നിട്ട് പോയിട്ട് അയൺ ചെയ്ത് വെക്കണേ.
ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഫോൺ എൻ്റെ കയ്യിലുണ്ടേ. മോനെ, നീ എവിടെയാ? ഞാൻ പുറത്താ. എന്താ? അച്ഛോ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി, നിന്റെ പ്രശ്നത്തെ കുറിച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കല്ലേ. നിന്റെ കല്യാണം കഴിഞ്ഞ കടം പോലും എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്റെ ബാക്കിൽ നിൽക്കാൻ പറ്റുമോ? എടി, എനിക്ക് 26 വയസ്സായി. ഇതുവരെ ഒരു നല്ല ജോലി പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് വീട് പണി, എൻ്റെ കല്യാണം, എനിക്ക് എൻ്റെ കാര്യം പോലും നോക്കി ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നിന്റെ. അച്ഛോ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയടാ. ഇത് നിന്റെ ജീവിതമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടത് നിന്റെ കടമയാണ്. ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കണ്ട കേട്ടാ. എന്താടി ചേച്ചി, നീ അവിടെ നിന്ന് പറയാതെ ഇറങ്ങിയത് എന്താ? എന്താ അമ്മ, ഇവൾക്ക് എന്നെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാ? എടി ചേച്ചി, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ? കല്യാണം കഴിച്ചു വിട്ട പെങ്ങള് ഭർത്താവിന് വേണ്ട വെച്ച് സ്വന്തം വീട്ടിൽ വന്നാ എനിക്കാരെങ്കിലും പെണ്ണ് തരുമടി? എന്താ അമ്മ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മോളെ, ഞങ്ങൾക്ക് നിന്നെ ഇവിടെ ഇരുത്തണം എന്നൊക്കെ ഉണ്ട്. സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ? എടി ചേച്ചി, ഭാര്യയും ഭർത്താവായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ അമ്മനും അച്ഛനും കണ്ടിട്ടില്ലേ? അവരെന്തൊക്കെ പ്രശ്നമായാലും അവസാനം ഒന്നിക്കില്ലേ? നീ അതും പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി വരിക. നീ എന്തായാലും വേഗം പോകാൻ നോക്ക്. നീ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ടേ അവൻ വരുമ്പോഴേക്കും പോകാൻ നോക്ക്. എന്താടി ബാഗായിട്ട് എന്താ പരിപാടി? ഞാനിവിടുന്ന് പോവാ. പോവേ? എങ്ങോട്ട്? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. എഴുതി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാണ്ടേ. മോള് പോയി ചായ ഇട്ടോ. ഭാര്യ എന്ന് പറഞ്ഞാൽ വേറെ അടിമയാണെന്ന് വിചാരിക്കുന്ന നിന്നെപ്പോലെ കുറെ ഭർത്താക്കന്മാരുണ്ട്. അവരുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ ഇറങ്ങിപ്പോകുന്ന തന്നെയാ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ പറയുന്നത് മാത്രം കേക്ക്. ഇല്ലെങ്കിൽ നീ അനാവശ്യമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. നിന്നോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞ കാര്യടി. നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കടി. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ ഇതുപോലുള്ള സൈക്കോ ഭർത്താവിന്റെ അടിമയായിട്ട് ഇരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവർ ആത്മഹത്യയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടാവും. ഒന്നോർക്കുക, നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ആരെയും ആശ്രയിച്ച് ജീവിക്കാനല്ല. മരിക്കാൻ തീരുമാനിക്കുന്നതിന്റെ പകുതി ധൈര്യം മതി ജീവിച്ചു കാണിക്കാൻ. സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ ഇടത്തോടു കൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും സാധിക്കും. സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ ഇടത്തോടു കൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും സാധിക്കും. അതാദ്യം മനസ്സിലാക്കുക. പെണ്ണ് കരച്ചൽ നിർത്തി പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. മറക്കരുത്.